നമസ്കാരം. സമ്പത്തിനെ നമുക്ക് എങ്ങനെ ആകർഷിക്കാം? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച്? സമാനതകൾ ആകർഷിക്കുന്നു എന്ന് വെച്ചാൽ, ഒരു പൂന്തോട്ടത്തിൽ ഒരു പൂ ഉണ്ടെങ്കിൽ പൂവിൽ വന്നിരിക്കുന്നത് തേനീച്ചകൾ, ആ തരത്തിലുള്ള ജീവികളായിരിക്കും. എന്നാൽ അത് ചാണകക്കുണ്ടിലോ അല്ലെങ്കിൽ ഒരു ഡസ്റ്റ്ബിനിലോ ആണെങ്കിൽ അവിടെ വന്നിരിക്കുന്ന ഈച്ചകളും അല്ലെങ്കിൽ വണ്ടുകളും അല്ലെങ്കിൽ അട്ടകളും ഒക്കെ വ്യത്യസ്തമാണ്. ഇതുപോലെയാണ് നമ്മുടെ മനസ്സിലും. നമ്മൾ ചിന്തിക്കുന്നത് രോഗത്തെക്കുറിച്ചും ഇല്ലെങ്കിൽ ആരോഗ്യമില്ലാത്ത അവസ്ഥയെക്കുറിച്ചും അല്ലെങ്കിൽ സമ്പത്തില്ലാത്ത അവസ്ഥയെക്കുറിച്ചും ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കും. എന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നത് സമ്പന്നതയെക്കുറിച്ചും ഒരുപാട് സമ്പന്നനാകുന്നതിനെക്കുറിച്ചും അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ സമ്പത്ത് നിങ്ങളുടെ അടുത്തേക്ക് താനെ വരുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ദാരിദ്ര്യം എന്ന വാക്കുകൾ പറയാതെ, ദാരിദ്ര്യം എന്ന വാക്കിനെ കുറിച്ച് ചിന്തിക്കാതെ, അനാരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിച്ച് അങ്ങനെ നമ്മൾ എന്തിനൊക്കെ ആകർഷിക്കുന്നുവോ ആ ആകർഷിക്കുന്നതാണ് അല്ലെങ്കിൽ ചിന്തിക്കുന്നതാണ് നിങ്ങളിലേക്ക് ആകർഷകരായി വരിക. അപ്പോൾ നമ്മൾക്ക് സമ്പത്ത് വരാത്തതിൻ്റെ കാരണം നമ്മൾ സമ്പത്തിനെക്കുറിച്ച് ചിന്തിക്കാതെ, സമ്പത്തിനെക്കുറിച്ച് മനസ്സിലാക്കാതെ നമ്മൾ അങ്ങനെ അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നത് ദാരിദ്ര്യം മാറ്റുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ ദാരിദ്ര്യത്തെക്കുറിച്ചാണ്, ഇല്ലെങ്കിൽ ലോണിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരും. അപ്പോൾ തന്നെ നിങ്ങൾ ഈ തടസ്സമാണ്. എന്താണ്, എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഇല്ലല്ലോ. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് സമ്പത്ത് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ സമ്പത്തെക്കുറിച്ച് ചിന്തിക്കൂ, നിങ്ങൾക്ക് സമ്പന്നരാകാൻ സാധിക്കും. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.